ഈ സ്ഥലം എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. നമ്മൾ ഇടയ്ക്ക് ഇവിടെ ആയിരുന്നു എപ്പോഴും ചൂണ്ടിയിടുന്നത്. അപ്പോൾ ഇതൊരു 2 വയലാണ്, അത് വറ്റിയിട്ടുണ്ട്. അതിൻ്റെ നടുക്കായിട്ടുണ്ടോ ഒരു കുളം. അപ്പോൾ അത് പറ്റിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നേ. നല്ലപോലെ പറ്റിയിട്ടൊന്നുമില്ല. അതിന് മുമ്പ് ഞങ്ങൾ തേവാനുള്ള പരിപാടിയാണ്. അടവെട്ടി വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ചുറ്റിന് റൗണ്ട് പോലെ വീഴണം. അത്യാവശ്യം നല്ല മീൻ കാണും. അതുകൊണ്ട് ഇങ്ങോട്ട് സ്ഥലമുണ്ട്. അത് ചെളിയല്ല, ഇവിടുന്ന് ഈ കൂന അത് വെട്ടിയെടുക്കാം. അത് ഈ കുളം കുഴിച്ചേ അല്ലല്ല, ഇത് 2ാമത് കുഴിച്ചായിരുന്നു. ഒരു കുളത്തിൽ നല്ല വെള്ളം കിടപ്പുണ്ട്. അപ്പോൾ അത് മൊത്തം കോരി പറ്റിച്ച് പറ്റത്തുള്ളൂ. കുളം ഏകദേശം പറ്റിച്ച് തുടങ്ങിയിട്ടുണ്ട്. മീൻ വന്ന് പറഞ്ഞാന്ന് തോന്നുന്നത്. ഇതേ പെട്ടെന്നൊരു വെള്ളം നല്ല കരയിൽ വെള്ളം കിടക്കുന്നുണ്ടൊരു പേടിയുണ്ട്. ബാക്കി എന്താണെന്ന് പറ്റിക്കുമ്പോൾ അറിയാം. കാരണം ഉണങ്ങിയാൽ തന്നെ പറ്റിക്കാൻ പാടുള്ളൊരു കുഴിയായിരുന്നു ഇത്. മീൻ കിടപ്പുണ്ട്, അതുറപ്പാണ്. പിന്നെ കയറെടുത്ത് ഞങ്ങൾ ബക്കറ്റിനകത്ത് കോരി പറ്റിക്കാൻ പോവുക. രക്ഷയില്ല, വെള്ളം കൂടി തുടങ്ങി. ഇത്ര വെള്ളം എത്ര അങ്ങോട്ട് പറ്റിക്കോ നിങ്ങള്? നല്ല ഊട്ടുണ്ടല്ലേ? ആയിട്ടേക്കുന്നെ അതിട്ടോണ് കാണി കാണി
ബക്കറ്റിലോട്ട് കിട്ടാതില്ല, ബക്കറ്റിലോട്ട് കിട്ടാതെ പിന്നെ എടുക്കാൻ കൊല്ലിയൊക്കെ ഇല്ല. അങ്ങനെ മുമ്പിൽ വലുതാണത്. നാടോ പക്കറ്റി കയറില്ല, വെള്ളം വരും. കഴിക്കുന്ന സ്ലിപ്പായി പോകുന്നത് ചെറിയൊരിക്കുന്നത്. ബക്കറ്റില്ല. അങ്ങനെ വെക്കാം പക്കത്തിൽ, അങ്ങനെ വെക്കാം. അല്ലല്ല, ഞാൻ അവിടെ പോകാൻ തന്നെ അങ്ങ് പോടെ. സ്റ്റഡി ഷോട്ടാ. ഒരുത്തൻ രക്ഷപ്പെട്ടു. ഇവനെ അവിടെ എടുത്തിട്ട് ആ ചെറിയ ബക്കറ്റ് ഞാൻ എൻ്റെ പറഞ്ഞേ. അതും ഇല്ല, ഞാൻ വെള്ളത്തോട്ടെ ആയിട്ട് പോകും. കിടന്ന് പറയാം ഇതല്ലേ കിട്ടിയേ. രണ്ടെണ്ണം ഉണ്ട്. ആനെ ഒന്ന് ഇളക്കി വെക്കണ്ടേ? ഇതാണ് എൻ്റെ കാലത്തെ കാലം പിടിച്ചു.
ഞായറാഴ്ച ഒരു കയറ്റിട്ടാ കാര്യമായിരുന്നു. കോരി 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 ഉണ്ടോടാ? അല്ലേ വെറൈറ്റി ആയിട്ട് തോന്നില്ല. ഉപപരല്ലേ ഇത്? ഊപ്പയാണെന്ന് തോന്നില്ലടാ. ഓടിക്ക് കിട്ടണേ ഇങ്ങനെ തല ഇറക്കിയിട്ട് ബാക്കി വന്നത് എടാ ഇതിനകത്ത് ഏതൊരു പാരലാന്ന് തോന്നുന്നു. ജസ്റ്റ് ഒന്ന് ഒഴിച്ചു നോക്കിയാല് പെട്ടെന്ന് പറഞ്ഞു. പെട്ടെന്ന് വേണം. ആ കല്ലിപ്പോ കണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ കല്ലേതാണ്. മീനുണ്ട്. കൈട്ട് പിടിക്കാനേ അങ്ങ് ഓടിക്കണ്ടല്ലോ. എന്നത്തെ സാധനം അത് വീണേന്റെ ഞാൻ കാലെടുത്ത് ഇയാൾ അതിനകത്ത് തപ്പി പിടിക്കാവോ? ബക്കറ്റ് പിടിക്കാതെ അല്ല വേറെ ബക്കറ്റ് ഉണ്ടടാ. ഒരു വെയിറ്റ് വരുന്നില്ല. ആ കല്ലിപ്പോ കണ്ടേ നോക്കിയേ. കല്ല് പിന്നേതാണ് വെള്ളം കോരിലേക്ക് കാര്യം തന്നോണ്ടിരിക്കും. അത്രയും വേണം റെസ്റ്റ് എടുത്ത് എല്ലാത്തിനും പാരാന്ന് ചരിക്കാൻ നിൽക്കുമല്ലേ? ഇത് മുട്ടി നിൽക്കില്ല ചരിക്കാൻ. അവൻ തപ്പി തന്നായിരുന്നു അല്ലെങ്കിൽ എടുത്ത് ചരിച്ചത് തന്നെ. ഞാൻ കരക്ക് വരുത്തുന്ന മീനാ. അവ ഇപ്പൊ എടുത്ത് അയ്യത്ത് കളഞ്ഞേ. ഞാൻ കൈയുടെ സമയത്ത് കിട്ടുന്ന ദേഷ്യം വരുന്നത്. ഇത് വെച്ചില്ല അത്രയും വെള്ളം കോരുമില്ലേ? അപ്പൊ അറിയാ തിരിച്ചാ അതുകൊണ്ടല്ല ഇയാള് മറ്റേ കുപ്പിക്കകത്ത് ചെളിവാരിയിട്ടാണ് വീഡിയോ കിടപ്പോട്ട്. കുപ്പികളെ ചെളിവാരിയിട്ടാണ് എന്നെ ചെയ്ത് വിളിച്ചതാ. കാലെല്ലാം എടുത്തിട്ട് പേടിച്ച് വെക്കിട്ട് കൈയിട്ട് പിടിയണ. അല്ല ഇത്ര സമയം പോകണ്ട. കല്ലിപ്പോ താന്ന് അതിലും വെള്ളം കൂടെ കൊണ്ടുവന്ന് അതിനകത്ത് വീണ് നല്ലോണം അതിനെ പിടിക്കാറുണ്ടാ. എന്റെ കാലെല്ലാം കൂടെ എടുത്തിട്ട് ഇല്ലേ ബാക്കി 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 എന്നാ കല്ല് മേലെ വരുന്നു. പെട്ടെന്ന് 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 ഒന്ന് ജോഡിയായിട്ട് നടക്കും അല്ലേ? ജോഡിയല്ലേ? ആ അതിനെ പകുതി വെള്ളം കളയൊന്നല്ലേ. കൈ ഉണ്ടാടാ. അവൻ കൈ എടുത്തില്ല. ഞാൻ കൊടുക്കുക. ഇടുന്നില്ലെങ്കിൽ ഞാൻ കൈയിടും. അതാ കല്ല് കൊല്ലിയാണ് കേട്ടെ. കൊല്ലിക്കകത്ത് കോരിഞ്ഞെടുക്കാവോ? ബക്കറ്റ് പിടിയുടെ പിടിയെന്ന് പറഞ്ഞാൽ കയ്യിൽ ഒന്നുകൊണ്ട് സാധനമാണെങ്കിൽ പെട്ടെന്ന് പിടിച്ചെടുക്കാൻ പറ്റും. വിഷയമില്ല. നമ്മൾ അന്ന് പിടിച്ചത് ഇത്ര ഉണ്ടോ? നീ ചെറുതല്ലേ? അവനെ കാണിച്ചാ മതി. അയ്യോ എടുത്ത് കാണിക്കാൻ കൊല്ലിക്കകത്ത് വയ്ക്കും. എനിക്കോ ഈ കണ്ട മൊത്തം കിടന്നോടെ എന്തൊരു തലേന്തും ഇത്ര വരുത്. നമുക്കില്ല അവിടെ നിന്ന് കിട്ടിയതിന് എത്ര ഉണ്ടെന്ന് തോന്നില്ലേ? മറ്റേ ചുറ്റുമല ചെറേന്ന് ഞാൻ ഈ സൈസ് കാരമുണ്ട്. ഇതിന്റെ കൂട്ടിരിക്കുന്ന ഒരെണ്ണം. എന്നാ കല്ല് പിന്നെ കല്ല് പിന്നെ മുങ്ങി. ചെറുതാ. മണ്ടയുടെ പോയല്ല അതിതാ. അതല്ലേ
അല്ലാന്ന് ആദ്യമായിട്ട് ഓടിച്ച മറ്റേ ചാടി വന്നതല്ലല്ലോ. മീന് ഓ ചെളി ഒന്നുമില്ല. അതിനകത്തൊന്നും ഒന്നുമില്ലടാ. ചെളിയാണ്ട അല്ല ഒന്നല്ല 2 കാണും ഇല്ലേ? കുറച്ച് വീഡിയോ എടുത്തോണ്ട് വീഡിയോ നോക്കിയോ. വെള്ളം പറയുന്നില്ലേ? വെള്ളം പറയുന്നില്ല. വെള്ളം പറ്റി. അയ്യോ ഇറക്കുന്നില്ലെന്ന്, ഓണറിനെ ഇറക്കുന്നില്ല ഗായ്സ്. ഇയാളിപ്പോ ഇറങ്ങണ വെച്ചാൽ ഈ ബ്രാലിൽ പിടിച്ച് ഇറങ്ങണമെന്ന്. അല്ല ഇറങ്ങണമെങ്കിലേ അപ്പൊ ഒരു ഇതാ ഇങ്ങനെ പിടിക്കാൻ. കണ്ടില്ലേ? ആണോ ബ്രാലി 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 ബാക്കി ബ്രാലി ബാക്കി ബ്രാലി 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 അണ്ണാ ബാക്കി ബ്രാലി. അവിടെ 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 കിടന്നു. ആ അവിടെ അവിടെ അണ്ണൻ്റെ ബാക്കി അണ്ണൻ്റെ ബാക്കി അണ്ണൻ്റെ ബാക്കി അണ്ടി വലത്തെ വലത്തെ കാലിൻ്റെ ബാക്കി. ആ അവിടെ 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 വാഴ തന്നെ പിടിക്കുന്നുള്ളത് അത് അച്ചിട്ട് കാര്യം പിടിയുടെ എന്താ അത് എന്നോട് പറഞ്ഞിട്ട് വരുന്നേ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. കുഴിയില്ല പക്ഷേ പ്രതീക്ഷയല്ലോ, പക്ഷെ പ്രതീക്ഷിക്കാതെ സാധനം കിട്ടി ഇല്ലേ? ഞാൻ ഇത്രയും വരെ എക്സ്പെക്ട് ചെയ്യല്ലേ. ഞാൻ കണ്ട നമ്മളറിയാം അടിച്ചു മൂലിക്ക് 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 പിടിച്ചോ? ഇല്ല തലക്ക് പിടിച്ചോ. വേണ്ട ആ നമ്മുടെ തലക്ക് പിടി തലക്ക് പിടി തലക്ക് പിടിച്ചോ പിടിച്ചോ കേട്ടോ ഞാൻ കേട്ടോ വലിയ ബക്കറ്റ് കാണിക്കുക. എന്തെങ്കിലും ആണോ ഞാൻ കാണിക്കാം. മീനുണ്ട് അവിടെ റെസ്റ്റ്. എവിടെ റെസ്റ്റ്? നീ മീനുണ്ടെന്ന് പറഞ്ഞ ഇപ്പൊ തരുന്ന മീനില്ല കേട്ടോ. നാളെ പിറക്കുന്ന ഇവന്റെ തലമുണ്ടയ്ക്ക് ഒരെണ്ണം കൊടുക്കണം. നേരത്തെ അന്ന് നേരത്തെയൊക്കെയാണ് എടുത്തോ ഇല്ലടാ എടുത്തിട്ട് ഒന്നാണൊന്നും പറയരുത്. ഒരു മീനെ കൊണ്ട് കളഞ്ഞേ എന്നോടൊന്നും ചോദിക്കുകയും ചെയ്യും. വന്നില്ല. വണ്ടി കയറിയില്ല. പിന്നെ ചിറ്റിമല ചെറിലേക്ക് പോയി ചൂണ്ടിടാൻ പറ്റുമോ? ചുറ്റുമല ചെറിയ പോയി ചൂണ്ടിടാൻ പറ്റുമോ?
എന്തിന് ചിറക്ക് ഇപ്പുറത്തൊരു പൂജയില്ല. പുഞ്ചുണ്ടല്ലോ. ആ ഓ എന്ത് സ്റ്റിക്ക് അടിച്ചതോ എറുകൊണ്ട് കേട്ടോ? സ്റ്റിക്ക് നല്ല പള്ളത്തിൽ കൊടുത്തിട്ട് അതിനകത്താ ഇതേപോലെ ഒരെണ്ണം അടിച്ചു. ബേബി പറഞ്ഞു എൻ്റെ കൈ ബ്രൈഡായിരുന്നു, എൻ്റെ കൈ അങ്ങ് ഉള്ളിൽ ചെയ്തു. കൈട്ട് പിടിച്ചേ സമയങ്ങളുണ്ട്. അതൊക്കെ റെസ്റ്റ് എടുക്കണ്ടേ ഞങ്ങളൊക്കെ. അല്ലടേ റെസ്റ്റ് എടുക്കുന്നതല്ലേ, ഈ വെള്ളം കയറുന്നുണ്ടോ ഭയങ്കര കുറ്റമുണ്ടോ, 4 സൈഡിന്നുണ്ടോ. നിങ്ങൾ ഒരു ബക്കറ്റ് വരുമ്പോൾ ഒരു ബക്കറ്റ് കൂടെ നിറയുമോ? ഇത് അപ്പണോ അതോട്ട് അറിഞ്ഞത് പെട്ടെന്ന് ഇവിടുന്നാണ് കോരി കളയാന്ന് നോക്കി. വെള്ളം നീ അങ്ങ് പോയിട്ട് വരുമ്പോഴത്തേക്ക് വെള്ളം അവിടെ നിറയുമോ ഇരട്ടിയായിട്ട്. ഇന്നായിരുന്നു നിങ്ങളിലെ ഇതുകൊണ്ടല്ലേ ഇങ്ങനെ കോരി വരാൻ. എന്തിനാണ് ആയിട്ടോ ഇറങ്ങാവോ? ഒരു കൈ കിടക്കുന്നുണ്ടോ ആ മരത്തിന് മുടി? കണ്ടാ കണ്ടാ കൈ കൊണ്ട് പിടിക്കാവോ? ഇറങ്ങുന്നോ? നീ ഇറങ്ങിയില്ലേ? ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പോകണം, പിന്നെ വെള്ളം നിറയും. ഇറക്കിന് ഓടിച്ചു വിട്ടിട്ട് അയാൾ പോയി കാഴ്ച കാണുന്നു. ഇരിയടാ അവിടെ. വെള്ളമല്ല അവിടെ കൊണ്ടുപോയി. ഈ ആമ്പല് മാറ്റിയൊക്കെ മീൻ കൊണ്ടോ? ഇത് മീനല്ലേ ഇറങ്ങുന്നുണ്ട്. വെള്ളം പറ്റിച്ചു ശരിയല്ലേ? അല്ലല്ലോ അതിന് തേവനുണ്ട്. ഇന്നലെ 2 സ്കെച്ച് ഇട്ടിട്ട് പോയതാ. കഴിഞ്ഞ പ്രാവശ്യം നീ മറ്റേ മീൻ പിടിച്ചില്ലായിരുന്നു വലുത്? നീ ഇല്ലായിരുന്നു? ബിബിനൊക്കെ അല്ലേ? രാമനെ വിളിക്കട്ടെ, ഇതിൻ്റെ അച്ഛനെ ഫോണിൽ വിളിക്കും. നാളെങ്ങിയല്ല അതിനകത്ത് മൊത്തം പുള്ളിയുടെ ഇവിടെ ഇരിക്കാമോ? അവിടെ നിന്നോ സുഖം പരിപാടിയാ. കൈയിടണം ഊട്ടിറങ്ങല്ലേ ആശ എടാ നോക്കിയിട്ടാ ഇട്ടേ. വേറെ പാത്തിയുണ്ടോ? പാത്തുണ്ട്, എവിടാ അങ്ങ് പോണം. പക്ഷെ എവിടാ മണ്ടരടേ പാലത്തിനുണ്ടേ ലാന ദീപയിലൂടെ ചെറിയ അതെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ പിടിക്കാൻ വേണ്ടി മൊത്തം പറ്റിക്കുന്നുള്ളത്. ആശേ അത് ഇപ്പഴാണ് ഇതിനകത്താ വീണേ. ആ വെള്ളത്തിൽ വരുന്ന എന്താ അത് എന്റെ മനസ്സിലാ നിങ്ങൾ പിടിക്കട്ടെന്ന് വിചാരിച്ച മിണ്ടായിരുന്നത്. കയ്യാമണിട്ടപ്പോ എടുത്ത് ഞാൻ കാണാൻ മുട്ടിരുന്നായിരുന്നു. നമ്മള് തുടങ്ങിയപ്പോ ഒരുതരം കണ്ടു. ഒരു കാര്യമുണ്ടോ? ഇല്ല, കാര്യം ആ പക്കറ്റം കയറി. ആ കാര്യം ചെറിയ കഴിഞ്ഞിട്ട് തീരെ ചെറുതാ. അതാണ് കിടന്നിട്ടാ കിടക്കട്ടെ. വെള്ളം കോരേ ലാസ്റ്റ് പിടിക്കട്ടെ. ഇനി വരൂടെ ഈ കുറച്ച് വെള്ളമുള്ളൂ, മുറ്റത്ര വെള്ളമുള്ളൂ. ഒരു വലിയ പക്കറ്റ കോരാൻ തരാം. സുഖമായിട്ട് കയറുന്ന ഇപ്പൊ ഇല്ലേ? ഇങ്ങനെയല്ല കൊല്ലിയാക്കിയിട്ട് വലിയ പക്കറ്റ കോരാത്. നിങ്ങൾ രണ്ടുപേരും കൂടെ ഞാൻ നന്നായിക്കോളും.
ഐഡിയ പറഞ്ഞാൽ ആദ്യം കൊടുപ്പൂറാ മണ്ടത്തെ അവിടെ അവിടെ വലിയ ആടയിടണ്ട, ഒരാൾക്ക് ഇത് ചെയ്യാനുള്ള സ്ഥലമേ ഉള്ളൂ. പക്ഷെ വേറെ മണമുണ്ടോ? ഏതാ ഇതോ? അത് പറ്റിക്കാൻ പറ്റുമോ? ഏണ പറ്റിക്കാൻ പറ്റുമോ? വെള്ളം കുറഞ്ഞോ അത് ഇതിനകത്ത്? ഓ അതോ, ഭയങ്കര മെനക്കേടാ ചെയ്ത് കരിയില. മണ്ടേ പാടെ അതൊരു പാടില്ല, ഒരു ആടയിട്ടത് ദേവിയാ മതി. മീനും കിടപ്പുണ്ട്. മീനും കൂടിയില്ലെങ്കിൽ ഒരു ചാടിപ്പോയി ആരെല്ലാം കിട്ടിയോ? മൊത്തം 3 എണ്ണത്തിന് പിടിച്ചില്ല. ഇതെന്നല്ല മീൻ ഇറങ്ങുണ്ടല്ലേ? വീഡിയോ എടുക്കുന്നുണ്ട്. മീനുണ്ടോ? ബക്കറ്റ് ഇട്ട് വയ്ക്കുക കുറച്ചാലോ. ബക്കറ്റ് എടുക്കണ്ടായില്ല. ഇന്ന് കുറെ എണ്ണത്തിന് പിടിക്കുന്ന തോന്നുന്നു. വലിയ ഒരു ഓണോ നീ കൊച്ചു കിടപ്പുണ്ടോ? ആ അതെവിടെ ഇറങ്ങി വന്നത്? എല്ലാം ഒരുമിച്ച് ഇറങ്ങായിരുന്നു ചേട്ടാ. ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഓൾ ക്ലിയർ. ഹെവി സൈസ് ഒരു ബ്രാലാണ്. അതിൻ്റെ തല ഉണ്ട്, അതിൻ്റെ കൈപ്പത്തികൾ അത്രയുണ്ട്. എൻ്റെ തല തന്നെ. അതിൻ്റെ തൂക്കം എന്തായാലും നമ്മൾ വൈകിട്ട് എടുക്കുമ്പോൾ പറഞ്ഞുതരാം. ഓ വലിയ ബ്രാല്. അതെ അടങ്ങായി കിട്ടിയ വലിയ ബ്രാല ചരിച്ച് കാണിക്കണ. അയ്യോ ഹെവി സാധനം. പുതിയൊരു പാത്തി നോക്കി വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഇഷ്ടംപോലെ മീൻ കിടന്ന് പറയുന്നുണ്ട്. നോക്കാം, മീൻ കാണും. അവിടെ ഇടുക. ചെളി കൂടുതലാട്ടോ ഈ പാത്തിയിൽ, അതൊരു പ്രശ്നമാണ്. പാത്തിയിൽ വെള്ളം അധികമൊന്നുമില്ല, പക്ഷെ ചെളിയാണ് വിഷയം. അവിടെ ഒരു മീൻ കിടന്ന് അടിക്കുന്നുണ്ട്. കൈതക്കോരയാന്ന് തോന്നില്ലേ? പടക്കിലോട്ടെ. വെള്ളമില്ല, ഇതിൻ്റെ ഇവിടെ അതായിട്ടേ പാടം അത്രയും പോലെ.
മീനുണ്ടോ? ഉണ്ടടാ. ബക്കറ്റ് വേണോ? പിന്നെ നമുക്ക് ബ്രാൻഡിനെ പിടിച്ച് കളഞ്ഞു കളഞ്ഞോ? ചെളി പോലും കളാം. ചെളിക്കത്തിരിക്കുന്നു. ഇത് പിടിച്ചോ, അപ്പുറത്തോട്ട് പോകാൻ. ചെറിയ എന്തോ ഉണ്ടായിരുന്നു. അതാ ആ കിടക്കുന്നേ ഉള്ളടാ. മൊത്തം 3 മീനല്ലേ ഉള്ളടാ. എടാ 3 കിടപ്പുണ്ട്. ഈ കൈതക്കോര ഇല്ല, കയറിയില്ല. ആ തൊണ്ടിൻ്റെ അടിയിലാന്ന് തോന്നുന്നു. ആ തൊണ്ട് കയറി അതിച്ചു വലുതാണല്ലോ. ഇത് ഞാൻ ഇപ്പോൾ കയറാം. ഇല്ല 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 ഇല്ല. നോട്ടെ. ആ അത് മീനല്ലേ. എന്തുവാണേ കാണിച്ചേ? എനിക്കല്ലടാ ഇട്ടോണ്ട് പോണോ? ഓ കട്ടോടെ ആ പട്ടിണി കിടന്നേ. അതിൻ്റെ സൈസ് വെച്ച് നോക്കാൻ നല്ലൊരു വിരാലായിരുന്നത്. തലപ്പൊക്കം മാത്രമേ ഉള്ളൂ. ഈ മീൻ്റെ അവസ്ഥ നോക്കി. അയ്യോ വേണ്ട നോക്ക്. പട്ടിണി ഇത് വെള്ളം മാറ്റിപ്പോഴേ പട്ടിണി ആയിപ്പോയി കേട്ടോ. നമ്മൾ പിടിച്ചില്ലായിരുന്നു ചത്തുപോനെ. തലവലുപ്പത്തിനനുസരിച്ച് നല്ലൊരു മീനായിരുന്നത്. നിന്റെ അടുത്ത് പോയാലും കിട്ടിയോടാ?
ഒരെണ്ണം ഉണ്ടായിരുന്നുണ്ടോ വലുതാ. മറ്റേത് അണ്ണ ഉദ്ദേശിച്ച സൈസ് ആയിരിക്കത്തില്ല. ഇടിക്കാൻ നോക്കുമ്പോൾ പിന്നെ അങ്ങ് പിടച്ചില്ല. ആണ്ടേ കാണോ ഓടാ അവിടെ മറിഞ്ഞടാ. അങ്ങോട്ട് വെള്ളമില്ലല്ലോ. ഞങ്ങളാണ്ട് മൂന്നാമത്തെ പാത്തി തേവൻ വന്നിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് മീൻ കിടപ്പുണ്ട് ഞങ്ങൾ കണ്ട്. അപ്പോൾ ഇതും തേവി പിടിച്ചിട്ട് പോകുന്നുള്ളൂ. അത് ശരിയാ. ഇനിയിപ്പോൾ ഇതെല്ലാം വെട്ടി ഈ ഒരു പോച്ച മാറ്റുന്ന സീൻ മാത്രമേ ഉള്ളൂ. പിന്നെ വെള്ളം കോരണം. പിന്നെ സീൻ എന്താണെന്നറിയോ? വെള്ളം കോരണം. വെള്ളം കോരാനാണ് പാട്. ഇങ്ങനെ നടക്കുക. ഇതിനെ കണ്ടോണ്ടാണ് ആൾക്കാർ ഇവിടെ ചൂണ്ടയിടൽക്കാർ. അങ്ങനെ ഞാനും ഇനി ഇറങ്ങി സഹായിക്കട്ടെ, അല്ലെങ്കിൽ ഇത് തീരത്തില്ല. അപ്പോൾ ഞാനും കൂടെ സഹായിച്ച് തീർക്കാൻ പോവാം. ഒരാളുണ്ട് കേട്ടോ. ഞങ്ങൾ ഈ പാത്തി തേവാൻ പോവാണ് ഇന്ന്. മൂന്നാമത്തെ പാത്തി ഇന്നത്തെ. മീൻ കിടപ്പുണ്ട്. മീൻ കിടന്ന് മറിയോ അവിടെ രാല. മീനുണ്ട് കേട്ടോ. മീൻ വന്ന് ഇപ്പുറത്തോട്ട് ചാടി കയറുക. അയ്യോ അണ്ണാ, ഏറെണ്ണ അണ്ണാ, ഏറെണ്ണ ഒരു ബക്കറ്റ് കൊണ്ടുവരാവോ? വാ, ഏറല്. എൻ്റെ അമ്മേ, നോടെ കിടക്കുന്നു. കണ്ട ആ കരിയിലയുടെ അടിയിൽ മീശ കണ്ടോ? കണ്ട ഞാണ്ടില്ല. ഇതുകൊണ്ട് അയ്യോ അവിടെ അല്ല. കണ്ട എല്ലാം എടുത്തു അതിന്. പിന്നെ കണ്ടില്ലെങ്കിലോ? ഇതിനോ കുഴിയാണോ? ഏറള് വലിയൊരു ഏറള്. അയ്യോ അത് പോയി. ശേ, ആ പോട്ട് വാ. ഇല്ല പോയി. പിന്നെ ഇറങ്ങി. അത് കുഴപ്പമില്ല. പക്ഷേ അത് ഗ്യാപ്പിൽ കൂടെ അങ്ങ് പോയി. അത് ഞാൻ പറഞ്ഞേ, ഊരി പോന്നു നാട്ടിൽ കൂടെ. നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ അങ്ങനെ ഉണ്ട്. എവിടെ കയറി പോണത്?
കയറിയാ തിരിച്ചു വന്നു ഓ പോയോ ഇത്രയും കരയെ കിടന്നില്ലായിരുന്നു. ഇതിങ്ങിപ്പോ ഒരാൾ ഇവിടുന്ന് പോകാൻ വെക്കത്തില്ല. അന്ന് അങ്ങനെയൊന്നും അതിനെ കോരാൻ പറ്റൂ? അവസാനം ചിത്തൂര് ഇവരാലെ പിടിച്ച് അത് വീഡിയോ എടുക്കാനും പറ്റിയില്ല. അത്യാവശ്യം മീനൊക്കെ പിടിച്ചു തുടങ്ങി കേട്ടോ. ഈ പാത്തിയിലും മീനുണ്ടായിരുന്നു. കാരണം ഇട്ടോണോ അതുകൊണ്ട് നിങ്ങളുടെ മൂട്ടി ഒരെണ്ണം വന്നു. ആ അതിൻ്റെ താഴെ ആ പായലിൻ്റെ അടിയിൽ, ആ മുമ്പിലത്തെ പായലിൻ്റെ അടി, അതിൻ്റെ അടി കൈതക്കൊരേ. കിട്ടിയോ? എന്നാൽ അതിൻ്റെ കുറച്ചുകൂടെ മുമ്പിലോട്ട് വേണം അവൻ. അതിൻ്റെ അടി വരെ വന്നായിരുന്നു. സൈസ് വരാലിടാ ചിത്തു. ഒരെണ്ണം വരുന്നു. വലിയ പാക്കറ്റിങ് എടുത്തടാ. അത് മീനുണ്ടല്ലേ? കിട്ടിയോ? അവൻ്റെ കളറുണ്ടോ? കൊല്ലി താത്തിറക്കിയല്ലോടാ. പെട്ടെന്നൊന്നും ചിലപ്പോൾ മീനൊന്നും അല്ലല്ലോ. ചെറിയൊരു പിരാതി. ഓ തിരിച്ചു വന്ന് ഞാനോട് പിടിച്ചെടുത്തറിയാൻ. അയ്യോ ഓക്കെ അയാളവിടെ ഇരിക്കില്ലേ? നീ ആടയുടെ കീഴിലൊക്കെ ഒന്ന് നോക്കിയായിരുന്നു? കടക്കട ആടയുടെ അവിടെ ഇരിപ്പുണ്ട് മീൻ.
ഇനിയിപ്പോൾ കിറ്റ് വന്നല്ലോ. ഞാനിനി എവിടെ പോയി ബേസുണ്ട്, ബേസ് ന്യൂട്രലൊക്കെ ഉണ്ടാക്കും. നേരത്തെ പരിപാടിയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് പോയി കാണുമ്പോൾ ഇത് കോരി വെച്ച് ചെളിക്കാത്തൊരു കൈതക്കോല് ഇരിപ്പുണ്ടായിരുന്നു. സിമ്പിളായിട്ട് പിടിക്കാൻ നോക്കുക. ഇതോടാ കൈതക്കര നോക്ക് നോക്കടാ. കൊണ്ടാ അതാണ്ട് അങ്ങനൊന്നുമില്ല. പെട്ടെന്ന് കൈ വലിച്ച് പഴയ സ്കില്ലൊന്നും ഇല്ലേ കൊടുത്തത്. ഇപ്പൊക്കെ ഇപ്പൊ പടമായി. ഔട്ട് ഓഫ് കവറേജ് ഏറിയ പോയി. എനിക്ക് ആദ്യം ഇറങ്ങിയപ്പോൾ മീനെ പിടിക്കാൻ പറ്റുന്നില്ലായിരുന്നു. 2-3 പാത്തി രാവിലെ കഴിഞ്ഞപ്പോൾ ഓക്കെ. അതൊക്കെ പഴയ ജേറ്റ് പോകുമ്പോ ആകാശത്ത് പറന്നു പോകുന്നതൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോഴും അതേപോലെ തന്നെ ഉണ്ടേ. മീൻ മാത്രം കയ്യിലോട്ട് അങ്ങോട്ട് ഒതുങ്ങുന്നില്ല. തുറന്നുള്ളായിരുന്നോടാ? രണ്ടാമതൊന്ന് ബക്കറ്റിനകത്ത് 2 ഉണ്ട്. അല്ല ആദ്യത്തെ ആദ്യത്തിനകത്ത് തുറന്നു. മറ്റേനകത്തുണ്ടായിരുന്നോ? ഞാൻ തപ്പി വെക്കിട്ടിരുന്നേ. അതൊക്കെ കൊടുത്തു. നിങ്ങളെന്ന് വിചാരിച്ച് ഞാൻ എടുത്ത് കളഞ്ഞോ? അവനെ മിക്കവാറും കിട്ടാൻ ചാൻസ് ഇല്ല. അങ്ങോട്ട് മേലോട്ട് നോക്കണടാ. ഇത്രയും കിടന്ന് എത്രാളം പിടിക്കണ്ടേ? എവിടെയെങ്കിലും കയറി മേപ്പോട്ട് കയറി കാണോ? നേരത്തെ മേപ്പോട്ട് കയറി കാണാനുള്ള ശ്രമിച്ചത്. വെള്ളമില്ലാണ്. ആ വെള്ളം ഇല്ലാത്തടത്തോടെ കയറിപ്പോയത്. അതും വെളിയിൽ കൂടെ അല്ല, അവ കാട് വഴിയാ പിടിച്ചത്. ഇവിടെ കുറച്ചുകൂടെ കരയെ കയറി കഴിഞ്ഞാൽ അന്നേരം പിടിക്കായിരുന്നു, അതിന് മുമ്പും പിടിക്കായിരുന്നു. 2 വട്ടം 1 വട്ടം ഇതിനകത്ത് നിന്ന് പോയി ബക്കറ്റിനകത്ത് നിന്ന്.
രണ്ടാമത്തെ അത് എങ്ങനെ കുഞ്ഞു നിർത്തി പിടിച്ചതായിരുന്നോ? പിന്നെ കാര്യമല്ല കാലുകൊണ്ടങ്ങ് ചവിട്ടിയാ മതിടാ. ചെറുതായിട്ട് പൊട്ടിച്ചു വിട്ടാ നമുക്ക് അടുത്തോട്ട് അട വെട്ടാനൊന്നും വയ്യ. എന്താ കഴിഞ്ഞ വട്ടത്തെ അങ്ങേ വട്ടത്തെ അടയായി കിടക്കുന്നു. അതുകൊണ്ട് അങ്ങേ അടുത്തിരിക്കുന്നതല്ല ഈ പ്രാവശ്യം ഇവിടെ അടയിട്ടിട്ടില്ല. ആ ഇടയ്ക്ക് ഇച്ചിരി ഒന്ന് പൊക്കി ഇച്ചിരി പൊക്കിയുള്ളൂ. ആ കോച്ച പിടിച്ച തന്നെ മേലെ കുറച്ച് എളി വെച്ചേക്ക് കുറച്ച് അപ്പോഴത്തേക്ക് ഇത് തെളിഞ്ഞു. അത് ഇത് തെളിഞ്ഞു. വെള്ളം കൊടുക്കാനും പറഞ്ഞു. പിന്നെ വലുതായിട്ട് വെള്ളം കുറേ ഇല്ലായിരുന്നു. ഇവിടെ പോകണം. അങ്ങനെ വെച്ച് ക്യാമറമാനൊക്കെ ചെറുതാണ് ഈ കൊടുക്കും കാണിച്ചു. കുറയുന്നുണ്ട് ഇവിടെ ഉണ്ട്. അതിനകത്ത് മീനാണ് ബക്കറ്റ് വേണോ? എന്നെ തരാൻ പറ്റത്തില്ല. തിരക്കി എടാ ബക്കറ്റ് ആ കൊല്ലി മൊത്തം ബക്കറ്റ് ഞാൻ വലിയ വെക്കില്ല. ലെവനല്ല കിട്ടി എത്തിയോ ഉണ്ടായിരുന്നു ബക്കറ്റ്. കൈ പിടിച്ച നിക്ക് സുറാണ് എന്നെ പിടിച്ച ആരെയും കേട്ടു. ഞാൻ എടുക്കണം. അതിങ്ങനെ ഫുള്ളായിട്ട് കയറിയില്ല. അത് പിടിക്കുന്നത് കുഴപ്പമില്ലടാ, ഞാൻ പിടിച്ചോളാം. കൊമ്പൊന്നുമില്ല, കഴിക്കത്തില്ല. ഇതാ ഇത് കാര്യാന്ന് പറയും. ആദ്യം പിടിച്ചിട്ടില്ല. ധൈര്യത്തിലാ ഈയാത്ത പട്ടി എന്തിനാ ഈ കയ്യാല കയറാൻ പോകും? ഇയാളഞ്ഞ് വന്ന ഈ ഇതിനെ വേറെ അത് ഞാൻ എടുത്തോളാം. അവിടെ ഇന്നു ഇതിലും വലിയ എറണ ഞാൻ പിടിച്ചിട്ടുണ്ട്. ഇത്രയുള്ള എറണ പിടിയാ. കാര്യം നമ്മൾ പിടിച്ചില്ലേ ഒരാള് ഇപ്പോൾ ഇവിടുന്ന് ആ കാലത്തിലാണ് തലയിരുന്നത്. എൻ്റെ ഇന്നൊരു രാലി മിസ്സായി. ഞാനിത് അതാണെന്ന് പറഞ്ഞ് തപ്പി പിടിച്ച എൻ്റെ അടുത്തോട്ട് പോകും.
നോക്കില്ല. കണ്ട പോലും ഇല്ല. ആ കിട്ടി. ഇത് നേരെ കണ്ണത്തോട്ട് കഴിഞ്ഞിട്ടൊന്ന് വെട്ടിയെടുത്താൽ മതി. എന്തുവാ ഇത് എവിടെ പോയ ഞാൻ കണ്ടില്ലായിരുന്നു വിരാട് പോയത്. നിങ്ങൾ എന്തോ നേരെ നിങ്ങൾ 3 പേര് കരക്കിട്ട് 3 മീനെ പിടിക്കാൻ വിട്ടിട്ട് കാണാൻ ഞാൻ വലിയ കൂടും കാട്ടി കാര്യട്ട എവിടെ ആയിരുന്നാ ചുറ്റു ഇവിടെയാണ്ട് അവിടെ ആയിട്ടാ വീണ്. നേരത്തെ പിടിച്ചതിൻ്റെ അത്രേ ഉള്ളൂ. ഏനാ മക്കറ്റിന് പുറകെ പോയടാ അത്. പിന്നെ ബക്കറ്റ് കുത്തങ്ങ് ചാമ്പോ. അതുകൊണ്ടോ ഇവിടെ നോക്കേ. ബക്കറ്റ് അങ്ങോട്ടാണ്. അവിടെ മരം ഉണ്ടായിരുന്നു കിട്ടാൻ കുത്തി. കുത്തിയതിനു ശേഷമാണ് ഞാൻ നോക്കി കയറുന്നത്. അങ്ങനെ വലിയൊരു ബ്രാല് മാത്രമേ കിട്ടുള്ളൂ. അങ്ങനൊന്നുമില്ല. മോനെ ഇതും കൂടെ തട്ടറ. ഇത് കുഴപ്പമില്ല. ഇതുണ്ടോ? ഇതിന് തല ഉണ്ടോ? ഇതിന് തല ഉണ്ടോ അവരാണല്ലേ? ഞാൻ പറഞ്ഞില്ലേ ഞാൻ കണ്ടത് പോലും ഇല്ല. അതിന് മുള്ളുണ്ടോ വെട്ടുന്നൻ തുടക്കണ്ട. ഞാൻ കാര്യം പറ്റേ വലിയ വിരാലും ചെറിയ വിരാലും സെപ്പറേറ്റ് ആക്കുന്നുണ്ട്. വലിയ ബ്രാലും ചെറിയ ബ്രാലും നിക്ക് ബ്രാലിനെ മാറ്റിയ വലിയ നിക്ക് ഇറങ്ങി തെറിക്കും അതിനൊന്നും ഇല്ല. ചാടും അത്. സമാധാനം കൊടുത്താൽ മതി. എടാ വലിയ ബ്രാലിനെ മാറ്റിയിടും. ഒന്നുകൂടെ തിരിച്ചിട്ടല്ല.
ഈ ടൈപ്പ് അല്ല എല്ലാം ധൈര്യമായിട്ട് കൈയിടുന്നു. ടോട്ടൽ 11 കിലോ മീനുണ്ട്. അതിൽ നാടൻ ഏറള് രണ്ടെണ്ണം ഉണ്ട്. പിന്നെ ബ്രാല്, ചെറിയ ബ്രാല്, വലിയ ബ്രാല് തിരിഞ്ഞിട്ടാക്കുക കേട്ടോ. മൊത്തം 7 കിലോയും ബ്രാല കണ്ടുണ്ട്. ഈ വലിയ ബ്രാല് തന്നെ 1 300 കിലോ 1 300 ഈ വലിയ ബ്രാല്. ഇതൊന്നും എടുത്ത് കാണിച്ചോടാ. 1 300 ബ്രാലിൻ്റെ മാത്രം തൂക്കം. ബ്രാല് മാത്രം 7 കിലോ മീനുണ്ട്. കൈതക്കോര ഒരു 3 400, പിന്നെ 2 ഏറളുണ്ട് നാടൻ. അപ്പോൾ ഇന്നത്തെ വേട്ട അവസാനിപ്പിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.